സജോ, ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിനുണ്ടായ തിരിച്ചടി, ആ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ സീറ്റുകൾ ചോദിക്കാനുള്ള സാഹചര്യം കേരള കോൺഗ്രസ് എമ്മിനുണ്ടോ എന്നൊരു ചോദ്യം. പാലായുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് പാലായിൽ പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും എന്നാണ് ഇപ്പോൾ ജോസ് കെ മാണി പറയുന്നത്. എന്ത് സൂചനകളാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്? മാത്രമല്ല, ഒരു ഘട്ടത്തിൽ UDF ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നു, അങ്ങോട്ടില്ല എന്ന് പറഞ്ഞ ശേഷം കോൺഗ്രസ് ആ തീരുമാനം ഉപേക്ഷിക്കുന്നു. പിന്നീട് എങ്ങോട്ടും പോകില്ല എന്ന് പിണറായി വിജയനെ നേരിട്ട് കണ്ട് ഉറപ്പ് നൽകുന്ന ജോസ് കെ മാണിയെ നമ്മൾ കാണുകയാണ്. സ്മൃതി, ഇതിൽ ഏറ്റവും പ്രധാനം UDF-ലേക്ക് ജോസ് കെ മാണി വരുന്നതിനെ പല നേതാക്കളും സ്വാഗതം ചെയ്തിട്ടുണ്ട് എന്ന് മാത്രമല്ല, മുസ്ലിം ലീഗിനടക്കം ജോസ് കെ മാണിയുടെ പാർട്ടി UDF-ലേക്ക് വരട്ടെ എന്ന അഭിപ്രായവുമുണ്ട്. പക്ഷേ പ്രായോഗിക തലത്തിൽ അത് വളരെ വേഗത്തിൽ നടപ്പാകാൻ പോകുന്നില്ല എന്നതൊരു വസ്തുതയാണ്. എന്ന് മാത്രമല്ല, ഇടതു മുന്നണിക്ക് ജോസ് കെ മാണിയും പാർട്ടിയും ഇടതു മുന്നണിയിൽ തന്നെ നിൽക്കട്ടെ എന്ന നിലപാടാണ് ഉള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായി. പക്ഷേ കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് ചില പഞ്ചായത്തുകൾ, പാലാ നഗരസഭയിൽ തന്നെ അവർ നേരത്തെ വിജയിച്ച സീറ്റുകളിൽ വിജയിക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, മുത്തോലി അടക്കമുള്ള പഞ്ചായത്തുകളിൽ അവർ മികച്ച പ്രകടനം പുറത്തെടുക്കുകയും ചെയ്തു. അങ്ങനെ ജോസ് കെ മാണി എന്ന ഘടകകക്ഷിയെ തള്ളിക്കളഞ്ഞുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് പോകേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യവും ഉണ്ടായിട്ടില്ല എന്ന നിലപാടാണ് ഇടതു മുന്നണിക്കുള്ളത്. അതുകൊണ്ട് അവർക്ക് കഴിഞ്ഞ തവണ നൽകിയ അതേ നമ്പറിലുള്ള സീറ്റുകൾ തന്നെ കേരള കോൺഗ്രസ് എമ്മിന് നൽകിയേക്കും എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. കാരണം അവരുടെ സിറ്റിംഗ് സീറ്റുകൾക്ക് പുറമെ കഴിഞ്ഞ തവണ മത്സരിച്ച സീറ്റുകൾ കൂടി നൽകാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. ആ കാര്യത്തിൽ അവരുടെ ക്ലെയിം ഇടതു മുന്നണിയിൽ അംഗീകരിക്കപ്പെടാൻ തന്നെയാണ് സാധ്യത എന്നാണ്. തൽക്കാലം UDF-ലേക്ക് പോവുക അവരുടെ നിലവിലെ സമവാക്യ പ്രകാരം തന്നെ സാധ്യമാകാതെ വരുന്നുണ്ട് എന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. UDF-ന് മാത്രമല്ല, ക്രൈസ്തവ സഭകൾക്കും ജോസ് കെ മാണി UDF-ലേക്ക് പോകുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണുള്ളതെന്ന് ശ്രദ്ധേയമായ കാര്യം. പക്ഷേ ഈ പ്രതികരണത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി കാണേണ്ടത് പാലായിൽ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ അദ്ദേഹം ഒരു സമ്പൂർണ്ണ വ്യക്തത വരുത്തുന്നില്ല എന്നതാണ്. രണ്ട് സ്ഥലങ്ങളിൽ, ഒന്നുകിൽ പാല അല്ലെങ്കിൽ കടുത്തുരുത്തി, ഈ രണ്ട് സീറ്റുകളിൽ ഏതെങ്കിലും മത്സരിക്കുക എന്ന നിലയ്ക്കായിരുന്നു തീരുമാനം. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ മത്സരം തന്നെ വേണമോ എന്ന ചർച്ച കേരള കോൺഗ്രസ് എമ്മിനകത്തുണ്ട് എന്നതാണ് പ്രധാനം. അതായത് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിൽ കൂടി പാർട്ടി ചെയർമാൻ മത്സരിക്കുക, അത് കടുത്ത മത്സരമായിരിക്കും എന്ന കാര്യം ഉറപ്പാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ മാത്രം പരിശോധിച്ചാൽ കടുത്ത മത്സരമായിരിക്കും എന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെയെങ്കിൽ പാലായിൽ മത്സരിക്കണമോ എന്നതൊരു സുപ്രധാന ചോദ്യമാണ്. അതിലൊരു വ്യക്തത അദ്ദേഹം വരുത്തുന്നില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ്. പക്ഷെ മത്സരിക്കുന്നുണ്ടെങ്കിൽ അത് പാലായാണ് എന്ന സൂചനയും നൽകുന്നു. അതിൽ ആ പ്രതികരണത്തിൽ കൃത്യമായ ഒരു രാഷ്ട്രീയം വായിച്ചെടുക്കാൻ കഴിയും. കാരണം അവിടെ വളരെ എളുപ്പത്തിൽ ഇടതു മുന്നണിക്ക് വിജയിക്കുക എന്നത് സാധ്യമല്ല. അവിടെ നല്ല മത്സരം ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. ആ മത്സരത്തെ രാഷ്ട്രീയമായി എങ്ങനെ നേരിടണം എന്ന കാര്യത്തിൽ ഒരു ആശയവിനിമയം ഇപ്പോഴും കേരള കോൺഗ്രസ് എമ്മിനകത്ത് തുടർന്നു വരുന്നു എന്ന നിലയ്ക്കാണ് അതിനെ അനുമാനിക്കേണ്ട കാര്യം. ഏതായാലും UDF-ലേക്ക് പോവുക, വളരെ വേഗത്തിൽ UDF-ലേക്ക് പോവുക എന്നൊരു രാഷ്ട്രീയ സാധ്യത കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നിൽ ഇപ്പോഴില്ല എന്നതൊരു വസ്തുതയാണ്. കാരണം അതിന് കഴിയുന്ന ഒരു ഫോർമുല രൂപപ്പെടുക എന്നത് എളുപ്പമല്ല. അത് കേരള കോൺഗ്രസ് എമ്മിന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് സിറ്റിംഗ് സീറ്റുകളിൽ അതേ ആളുകൾ തന്നെ മത്സരിക്കും. ഒപ്പം ഈ പറയുന്ന 13 സീറ്റുകൾ എന്ന ക്ലെയിം ഉണ്ട്. അത് ഇടതു മുന്നണിയും അംഗീകരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഈ ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് തിരിച്ചടിയുടെ ഒക്കെ പശ്ചാത്തലത്തിൽ കേരള കോൺഗ്രസ് എമ്മിന് ഏതെങ്കിലും സാഹചര്യത്തിൽ മുന്നണി വിട്ടുപോകുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം സൃഷ്ടിക്കേണ്ടതില്ല എന്ന ധാരണ ഇപ്പോൾ തന്നെ ഇടതു മുന്നണിയിലുണ്ട്. അതുകൊണ്ട് അവർ ക്ലെയിം ചെയ്യുന്ന കഴിഞ്ഞവിടെ നൽകി അതേ സീറ്റുകൾ തന്നെ നൽകും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ വാർത്ത പാലായുടെ കാര്യത്തിലാണ്. എന്ത് സംഭവിക്കുമെന്ന് കൃത്യമായി പറയാൻ മത്സരിക്കുമോ ഇല്ലയോ പാലായിൽ, അല്ലെങ്കിൽ വേറെ ആര് എന്ന ചോദ്യം നിൽക്കുകയാണ്. സജു ദേവസിയും അഖിൽ കെയുമാണ് വിവരങ്ങൾ നൽകിയത്.